ഭഗവതേ വാസുദേവായ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ ഭാഗവതാമൃതം പരിപാടിയിൽ ഉള്ള എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം, ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. ഈ കലികാലത്ത് അതിനെക്കുറിച്ച് വലുതായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എത്ര രൂക്ഷമായ വേദനയാണ് കലികാലത്ത് ജീവിക്കുന്നവർ അനുഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ വേദനയ്ക്കും ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമായിട്ടാണ് ഈ ഭാഗവതാമൃതം പരിപാടി നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്, കലികാലം ദോഷം നിറഞ്ഞതാണ് എന്ന് പറയുന്നു. പ്രായേന അല്പായുഷസഭ്യ കലൗവസ്മിൻ യുഗേ ജനാഃ മന്ദാ സുമന്ദമതയോ മന്ദഭാഗ്യഹി ഉപദ്രുതഃ. പ്രായേന അല്പായുഷസഭ്യ, കലിയുഗത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അവരുടെ പ്രായം വളരെ കുറഞ്ഞു വരുന്നുണ്ട്. അതായത് ശാസ്ത്രമനുസരിച്ച് കലികാലത്തിൻ്റെ തുടക്കത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിത ദൈർഘ്യം എന്ന് പറയുന്നത് 100 വർഷമാണ്. പക്ഷെ ഇന്ന് നമുക്കറിയാം 60, 65, 70 കഷ്ടിച്ചാണ് ജനങ്ങൾ 70 കൂടുതൽ ജീവിക്കുന്നത്. പ്രായം കുറഞ്ഞു. 100 വയസ്സ് വരെ ജീവിക്കേണ്ട മനുഷ്യൻ കലികാലത്ത് 60ഉം 70ആ ജീവിക്കുന്നത്. ഭാഗവതത്തിൽ പറയുന്നു, ഇനി അങ്ങോട്ടൊരു 10, 25, 50 കൊല്ലം കഴിയുമ്പോൾ കലികാലത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിത ദൈർഘ്യം 25 മുതൽ 30 വയസ്സ് വരെ ആയിരിക്കും. എങ്ങനെ 100-ലിരുന്ന് 70 ഈ 70 വീണ്ടും 40-ഓ 30-ഓ ആവാൻ വലിയ കാലതാമസമോ ഇല്ല. നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ 95-ഉം 100-ഉം സുഖമായി ജീവിച്ചവരാ. പക്ഷെ ഇന്ന് 70, ഇനി അങ്ങോട്ട് 25-ഉം 30. പെൺകുട്ടി 8 വയസ്സിൽ പ്രായപൂർത്തിയാവുകയും 12-ൽ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുകയും 18-ൽ വൃദ്ധയായി 20-ൽ ചത്തുപോകുന്ന ഒരു കാലമായി ഇനി വരാൻ പോകുന്ന കാലം. അപ്പോൾ പ്രായേന അല്പായുഷസഭ്യ, കലികാലത്തിൽ എല്ലാവരുടെ പ്രായവും കുറഞ്ഞു വരുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ ഉപനിഷത്തിൽ വിശദീകരിക്കുന്നു, നമ്മുടെ ജീവിത ദൈർഘ്യത്തിനെ നിശ്ചയിക്കുന്നത് നാളോ ദിവസം കൊണ്ടോ അല്ല, നമ്മുടെ ശ്വാസോച്ഛ്വാസം കൊണ്ടാ ജീവിതത്തിനെ നിശ്ചയിക്കുന്നത്. ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവൻ്റെ പ്രായം നിശ്ചയിക്കുന്നത് എത്ര പ്രാവശ്യം ശ്വാസം വലിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഗീതയും ഭാഗവതവും പറയുന്നത്, സുഹൃത്തുക്കളെ ദേഷ്യപ്പെടരുതെന്ന് പറയാൻ കാരണം അതാ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ദേഷ്യപ്പെടുമ്പോൾ മനുഷ്യൻ ഒരു നായ ഇരയ്ക്കുന്ന പോലെ പെട്ടെന്നങ്ങ് ശ്വസിക്കും. അതായത് ദേഷ്യം വരുന്നവരെ കണ്ടിട്ടില്ലേ, എന്ന് പെട്ടെന്ന് അവർ ശ്വാസം വലിക്കുകയും വിടുകയും ചെയ്യുമ്പോൾ അയാൾ പെട്ടെന്ന് മരിച്ചു പോകും. അതുകൊണ്ടാണ് യോഗാഭ്യാസം ചെയ്യുന്നവർ പ്രാണായാമത്തിൽ കൂടെ ശ്വാസം വലിക്കുകയും അതിനെ പെട്ടെന്ന് പുറത്തു വിടത്തില്ല. കുറേ നേരം പിടിച്ചു വെച്ചിട്ട് ക്രമേണ പതുക്കെ അവർ ശ്വാസം പുറത്തു വിടും. ഈ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ദീർഘം അവർ കൂട്ടുന്നത് കൊണ്ട് യോഗിമാരുടെ പ്രായവും വളരെയധികം കൂടുന്നുണ്ട്. ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ കാമത്തിലും ക്രോധത്തിലും പെട്ടെന്ന് ശ്വാസം വലിച്ചു വിടുന്നത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് മരിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ടാണ് യോഗികളിൽ ആമയെ ഉദാഹരണമായി പറയുന്നത്. വെള്ളത്തിനകത്തുള്ള ഈ ആമ പുറത്തു വരികയും ഒരു പ്രാവശ്യം ശ്വാസം വലിച്ചിട്ട് വീണ്ടും വെള്ളത്തിനകത്ത് പോയി കഴിഞ്ഞാൽ അടുത്ത 10 മിനിറ്റ് കഴിഞ്ഞായിരിക്കും അടുത്ത ശ്വാസത്തിനോട്ട് വരുന്നത്. അപ്പം ദേഷ്യം വരുമ്പോൾ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ദൈർഘ്യം കൂടുമ്പോൾ പെട്ടെന്ന് മനുഷ്യൻ മരിക്കുകയും അവൻ്റെ ജീവിതത്തിനെ കൂട്ടാനും സാധിക്കും. ഇത് പ്രായത്തിൻ്റെ കാര്യം. പിന്നെ അതുമാത്രമല്ല, കലികാലത്തിൽ പറയുന്നു
വേലി തന്നെ വിളവിനെ തിന്നുന്ന ഒരു കാലം. ആരാണോ ജനങ്ങളെ സംരക്ഷിക്കേണ്ടത്, ആ രാഷ്ട്രീയക്കാരും ആ നേതാക്കൾ തന്നെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു. എല്ലാ മേഖലയും മാലിന്യമുണ്ട്. 90% രാഷ്ട്രീയക്കാർ വഴിതെറ്റിപ്പോയി. 90% മറ്റ് മേഖലയിലുള്ള എല്ലാവരും വഴിതെറ്റിയ ഒരു കാലഘട്ടമാണ് കലികാലം എന്ന് പറയുന്നത്. ഒരു കുഞ്ഞിൻ്റെ വളരെ സുരക്ഷിതമായ ഒരു കുഞ്ഞിന് വളരാനുള്ള സ്ഥലമാണ് അമ്മയുടെ ഗർഭം എന്ന് പറയുന്നത്. ആ അമ്മ തന്നെ കുഞ്ഞിനെ കൊല്ലുന്ന ഒരു കാലഘട്ടമാണ്. അതാ ഭാഗവതം പറയുന്നത്, പ്രായേന അല്പായുഷ, ജീവിത ദൈർഘ്യം കുറഞ്ഞുപോയി. കലൗവസ്വിൻ യുഗേ ജനാഹ മന്ദാ സുമന്ദമതയോ, മന്ദബുദ്ധികളാ കലിയുഗത്തിൽ കൂടുതൽ. ചിന്തിക്കാനുള്ള ശക്തി കലികാലത്തിലുള്ളവർ കുറഞ്ഞുപോയി. ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ എവിടെ നോക്കിയാലും പ്രശ്നവും പരിഭവവും ദുഃഖവും ഉള്ള ഒരു കാലഘട്ടത്തിൽ എങ്ങനെ മനുഷ്യന് സന്തോഷമായി ചിരിച്ച് ജീവിതം പൂർണ്ണമായി കുടുംബത്തിലുള്ള മറ്റംഗങ്ങളോട് നിറഞ്ഞ മനസ്സോട് ജീവിക്കാൻ സാധിക്കും, എങ്ങനെ അദ്ദേഹത്തിന് ഇത് കൈവരിക്കാൻ സാധിക്കും എന്ന് ഉള്ള ഉത്തരമാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു പഠിപ്പിക്കുന്നത്. ക്ഷേത്രം പണിയുമ്പോൾ മധ്യേ ദൈവത്തിനെ പ്രതിഷ്ഠിക്കുകയും ചുറ്റിയും തുറന്നു വച്ചിരിക്കുകയും ചെയ്യുന്നത്. വീട് പണിയുമ്പോൾ ചുറ്റിയും വീട് പണിത് മധ്യഭാഗം തുറന്നിരിക്കും, അല്ലെങ്കിൽ തുളസി തറയുണ്ടാവും. ജീവിതത്തിൻ്റെ മധ്യേ ഈശ്വരൻ എന്ന സങ്കല്പമാണ്. ഈ ഭാഗവതാമൃതം എന്ന് പറയുന്നത് ശൗനകാദി ഋഷിമാർക്കും ശൂതപൗരാണികൻ തമ്മിലുള്ള സംവാദം, ശുകബ്രഹ്മത്തിനും പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ഉള്ള സംവാദം, അതേപോലെ തന്നെ ഗീത അർജുനനും ഭഗവാൻ ശ്രീകൃഷ്ണനും നടുക്കുള്ള സംവാദം, ശിവപാർവതി സംവാദമാണ് രാമായണമായി മാറിയത്. അപ്പോൾ ആത്മീക ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ വിജ്ഞാനപരമായി ഉള്ളതാണ്, അന്ധവിശ്വാസികൾക്ക് വേണ്ടി ഉള്ളതല്ല. ഭാഗവതം എന്ന് പറയുന്നത് ഒരു ജ്ഞാനമാണ്. ഇന്ന് കാലത്തിൽ നമ്മൾ കാണുന്ന ആധുനിക ജ്ഞാനത്തിനേക്കാളും എത്രയോ ഉയർന്നതും വളരെ അകലെയുള്ള ഒരു ജ്ഞാനമാണ് ഭാഗവത ധർമ്മം എന്ന് പറയുന്നത്. ഈ ഭാഗവതത്തിനകത്ത് തന്നെ പല തരത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതായത് എങ്ങനെ ഭൂമി ഗോളമായിരിക്കുന്നു എന്നും 200-300 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ആധുനിക മനുഷ്യൻ വരെ കണ്ടുപിടിച്ചത് ഭൂമി ഉരുണ്ടതാണെന്ന്. പണ്ട് കാലത്ത് എല്ലാവരും ചിന്തിച്ചിരുന്നു അത്രേ ഭൂമി പരന്നതാണെന്ന്. ചക്രവർത്തിമാർ പോലും പ്രജകളെടുത്ത് പറയും, വളരെ അകലെ പോകരുത്, വീണുപോകുമെന്ന്. പക്ഷെ 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് രചിച്ച ഭാഗവതത്തിൽ ഭൂഗോളം എന്ന വാക്കുപയോഗിച്ചിട്ടുണ്ട്. ഇത് ഒരു ശാസ്ത്രമാണ്. ഇന്ന് നമ്മൾ കാണുന്ന സയൻസിനേക്കാളും എത്രയോ വിധത്തിൽ പുരോഗമിച്ച ഒരു ശാസ്ത്രമാണ്, പൂർണ്ണമായ ജ്ഞാനമാണ്. അതേസമയം ഇതൊരു പരിഹാരവും കൂടെയാണ്. പക്ഷേ ആധുനിക ജീവിത രീതി അങ്ങനെയല്ല, ദോഷങ്ങൾ നിറഞ്ഞതാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം, പക്ഷെ നിങ്ങൾക്ക് വിഷമം തോന്നരുത്. ഇന്ന് കാലത്ത് നമ്മൾ എത്രയോ ലക്ഷങ്ങൾ ചെലവാക്കി സ്വന്തം മകനെ ഡോക്ടർക്കോ വക്കീലിനോ പഠിപ്പിച്ചു എന്നിരിക്കട്ടെ. എത്രയോ ലക്ഷങ്ങളാണ് ഇന്നും മകനെ ഡോക്ടറാക്കാൻ ചിലവാകുന്നു. അത് കഴിഞ്ഞ് PGക്ക് തനിയെ കാശ് കൊടുക്കണം, പിന്നെ ക്ലിനിക്ക് വെക്കാൻ തനിയെ കാശ് കൊടുക്കണം. എത്രയോ ചെലവാക്കി മകൻ ഡോക്ടറായി. ആ മകൻ്റെ പ്രാർത്ഥന എന്തായിരിക്കും ഇന്ന് കാലത്ത് അവർ പ്രതീക്ഷിക്കുക? ഞാൻ ചെലവാക്കിയ പണമെല്ലാം തിരിച്ച് കിട്ടണം എന്നല്ലേ? ഈ പണം തിരിച്ചു കിട്ടണമെങ്കിൽ കൂടുതൽ ചികിത്സിക്കണമെന്നല്ലേ? എന്നാൽ കൂടുതൽ രോഗികൾ ഉണ്ടാവണം. ഒരു ഡോക്ടറുടെ പ്രാർത്ഥന രോഗികൾ അധികമുണ്ടാവണം എന്നാ, രോഗം അധികമുണ്ടാവണം എന്നാ. ഒരു വക്കീലിൻ്റെ പ്രാർത്ഥന നാട് മുഴുവനും വഴക്കുണ്ടാകണം എന്നാ. ആരെയും പറഞ്ഞിട്ട് കുറ്റമില്ല. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഇങ്ങനത്തെ ജനങ്ങൾ ചുറ്റിയിരിക്കുന്ന ഈ കാലഘട്ടത്ത് ഒരു മനുഷ്യന് സമാധാനമായി കഴിയാൻ സാധിക്കുമോ? ഈ അടുത്ത കാലത്ത് ഒരു മനഃശാസ്ത്രജ്ഞൻ എഴുതിയ ഒരു ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുക, എത്രയോ പേര് വിവാഹത്തിനൊക്കെ പോകാറുണ്ട്. വിവാഹത്തിന് പോയാൽ
ഈ വിവാഹത്തിന് കൂടുന്നവരുടെ ചിന്ത എന്താണെന്നറിയാമോ? ഈ പെണ്ണിനെയും ചെക്കനെയും നോക്കിയിട്ട് മനസ്സിൽ ചിന്തിക്കുക, ഇത് എത്ര കാലവും ഞങ്ങളൊന്ന് അറിയട്ടെ. അതായത് മറ്റുള്ളവരുടെ ദുഃഖത്തിൽ സുഖം കാണുന്ന ജനങ്ങളാണ് നമ്മളെല്ലാവരും. കലിയുഗത്തിൽ കൂടുതലാണ്. ഇനി ഒരുത്തൻ്റെ കഷ്ടപ്പാടിനെ പണമാക്കുന്ന ഒരു മനോഭാവവും കലികാലത്തിലുണ്ട്. ദൈവീകതയും ദിവ്യത്വവും കലികാലത്തിലിരുന്ന് വളരെ അകലെ മാറിപ്പോയി. അതായത് പണ്ട് കാലത്തൊക്കെ നാലുകെട്ട് വീടും വെച്ചിട്ടാണ് നമ്മളൊക്കെ താമസിക്കുക. നമ്മളിൽ പലർക്കും ആ വീട് ഉണ്ടായിക്കാണും. പക്ഷെ ഇന്നതൊക്കെ നഷ്ടപ്പെട്ടു പോയി. നടുമുറ്റം തുറന്നിരിക്കും. എന്തിനാണ് നടുക്ക് തുറന്നു വച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ മറുപടി പറയും, കാറ്റ് വരാൻ, വെളിച്ചം വരാൻ, സൂര്യപ്രകാശം വരാൻ, മഴ പെയ്താൽ വെള്ളം വരാൻ, കള്ളം വരാൻ എന്നൊക്കെ നമ്മൾ പറയും. ഇതൊക്കെ ശരിയാണ്. പക്ഷേ വാസ്തുശാസ്ത്രം അനുസരിച്ച് ഇതിന് ഇനിയൊരു വിശദീകരണവും ഉണ്ട്. കിഴക്ക് വശം ഇന്ദ്രൻ്റെ, തെക്ക് വശം യമൻ്റെ, അഗ്നിമൂല, ജലമൂല, ഇങ്ങനെയൊക്കെയാണ് വാസ്തു അനുസരിച്ച് തിരിക്കുന്നത്. പക്ഷേ മധ്യഭാഗം ദൈവത്തിൻ്റെ ബ്രഹ്മസ്ഥാനം എന്നാണ്, ദൈവത്തിൻ്റെ സ്ഥാനമാണ്. അതുകൊണ്ട് ആ ക്ഷേത്രം പണിയുമ്പോൾ മധ്യേ ദൈവത്തിനെ പ്രതിഷ്ഠിക്കുകയും ചുറ്റിയും തുറന്നു വച്ചിരിക്കുകയും ചെയ്യുന്നത്. വീട് പണിയുമ്പോൾ ചുറ്റിയും വീട് പണിത് മധ്യഭാഗം തുറന്നിരിക്കും, അല്ലെങ്കിൽ തുളസി തറയുണ്ടാവും. ജീവിതത്തിൻ്റെ മധ്യേ ഈശ്വരൻ എന്ന സങ്കല്പമാണ്. പക്ഷെ പിന്നീട് എന്തായി? കേരളത്തിൽ ഭൂമിക്ക് വില അങ്ങോട്ട് ഒരുപാട് കൂടിയപ്പോൾ മധ്യേ ഇരുന്ന ദൈവത്തിനെ പതുക്കെ മാറ്റി സ്റ്റെയർ കേസിൻ്റെ അടിയിലാക്കി. പിന്നെ അവിടെ നിന്ന് കാർ ഷെഡിലാക്കി. പിന്നെ അവിടെ നിന്ന് ഔട്ട് ഹൗസിലാക്കി. ദൈവത്തിനെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു. ഓരോ ഗ്രഹത്തിലിരുന്നും ഈശ്വര സാന്നിധ്യം അപ്രത്യക്ഷമായപ്പോൾ ആ ഗ്രഹങ്ങളിൽ ദുഃഖം കടന്നുകൂടി. കലികാലത്തിൽ ശരി തെറ്റ് എന്ന് തിരിച്ചറിയാനേ സാധിക്കില്ല. എല്ലാ മനുഷ്യരിലും തെറ്റുമുണ്ട്, എല്ലാ മനുഷ്യരിലും നന്മയുമുണ്ട്. പക്ഷേ ഭാഗവത സിദ്ധാന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആചരിക്കുമ്പോൾ, ആ ദിവ്യമായ മഹിമ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്കൊന്ന് ചിരിക്കാൻ സാധിക്കും. ജീവിതത്തിന് അർത്ഥമുണ്ടാവും. ഇങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും ദൈവത്തിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു സംശയം തോന്നാം, ഇതൊക്കെ സത്യമാണോ? ദൈവം ഉണ്ടോ? ദൈവത്തിനെ കണ്ടവർ വല്ലവരും ഉണ്ടോ? ഇതൊക്കെ എങ്ങനെ നമ്മൾ വിശ്വസിക്കും? ഇതുപോലെ തന്നെ പണ്ടൊരു മത്തങ്ങ കൃഷിക്കാരനും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് മത്തങ്ങ കൃഷി. ചെറിയ വള്ളിയിൽ കണ്ടിട്ടില്ലേ നമ്മൾ വലിയ വലിയ മത്തങ്ങയൊക്കെ ഉള്ളത്? ദൈവവിശ്വാസം എന്ന് പറയുന്ന സാധനം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അല്പം പോലും ഇല്ല. പക്ഷേ ധർമ്മപത്നിയാവട്ടെ വലിയ ഈശ്വര വിശ്വാസിയാണ്. സദാസമയം രാമ ഗോവിന്ദ കൃഷ്ണ എന്ന ദൈവത്തിൻ്റെ നാമം നിരന്തരം ജപിക്കുന്ന വ്യക്തിയാണ്. ഒരു ദിവസം കൃഷിക്കാരൻ മത്തങ്ങയെല്ലാം എടുത്ത് കാളവണ്ടിയിൽ വെച്ചിട്ട് ചന്തയിൽ വിൽക്കാനായിട്ട് പോകുമ്പോൾ പത്നി പറഞ്ഞു, ചേട്ടാ വളരെ അകലെ പോകുന്നതല്ലേ, പോകുന്ന വഴിക്ക് ഒന്ന് ദൈവത്തിൻ്റെ നാമവും ജപിച്ചിട്ട് പോയിക്കൂടെ? ഭാര്യയെ വഴക്ക് പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് കൃഷിക്കാരൻ മത്തങ്ങയെല്ലാം കാളവണ്ടിയിൽ എടുത്തു വെച്ചിട്ട് ചന്തയ്ക്ക് വിൽക്കാനായിട്ട് പോയി. അപ്പോൾ ഉച്ചയ്ക്ക് നല്ല വിശപ്പ്, ഒരു വിശപ്പൊക്കെ തോന്നി. വലിയ ആലിൻ്റെ ചോട്ടിൽ കൃഷിക്കാരൻ കാളവണ്ടിയെ നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഭക്ഷണം എല്ലാം വയറു നിറയെ കഴിച്ചപ്പോൾ നടന്നു വന്ന ക്ഷീണം, ചെറിയ ഒരു ഉറക്കക്ഷീണം, ഈ കൃഷിക്കാരൻ ആലിൻ്റെ ചുവട്ടിൽ ഒന്ന് കിടന്നു, ഒന്ന് കണ്ണു മയങ്ങി. അപ്പം അദ്ദേഹം കണ്ടു, ആലിൻ്റെ മരത്തിൽ, വലിയ മരത്തിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ആലിൻ്റെ പഴങ്ങളെ അദ്ദേഹം കണ്ടു. കൃഷിക്കാരൻ ചിന്തിച്ചു, ദൈവം എന്തൊരു മണ്ടന, ചെറിയ മത്തങ്ങയുടെ വള്ളിയിൽ ഇത്രയും വലിയ മത്തങ്ങയെ പിടിപ്പിച്ചിരിക്കുന്നു ദൈവം, ഇത്രയും വലിയ ആലിൽ കൊച്ചു പഴങ്ങളെ വെച്ചിരിക്കുന്നു. ഒരു മാച്ചിങ് സെൻസ് ദൈവത്തിന് വേണ്ടേ? മെലിഞ്ഞ മനുഷ്യന് വലിയ തലയുണ്ടെങ്കിൽ എന്തൊരു വൃത്തികേടാ. അപ്പോൾ കൃഷിക്കാരൻ ചിന്തിച്ചു, ഞാൻ ദൈവമാണെങ്കിൽ ഈ മത്തങ്ങ പഴമെല്ലാം എടുത്ത്, ആ പച്ചക്കറി ഇതെല്ലാം എടുത്ത് ഞാൻ ആലിൽ പിടിപ്പിക്കും, ആലിൻ്റെ പഴമെടുത്ത് മത്തങ്ങയുടെ വള്ളിയിൽ പിടിപ്പിക്കും എന്നൊരു യുക്തി അദ്ദേഹത്തിന് തോന്നിയത് ശരിയാ. ചെറിയ ചെടിയിൽ ചെറിയ പഴവും വലിയ മരത്തിൽ വലിയ പഴവും. ഇത് കഴിഞ്ഞു. കൃഷിക്കാരനൊന്ന് കണ്ണ് മയങ്ങി. ചെറുതായിട്ടൊരു കാറ്റ് വീശി. അപ്പോൾ ഒരു ആലിൻ്റെ പഴം വന്ന്
കൃഷിക്കാരൻ്റെ തലയിൽ അങ്ങോട്ട് വീണു, ടങ് എന്ന് വീണു. അപ്പോഴാ കൃഷിക്കാരൻ ചിന്തിക്കുന്നത്, ആ മത്തങ്ങ വന്ന് എൻ്റെ തലയിൽ വീണിരുന്നെങ്കിലോ. അതാ പുരാണം പറയുന്നത്, ദൈവം അചിന്ത്യനാണ്, നമ്മുടെ ചിന്തയ്ക്കും ശക്തിക്കും അപ്പുറത്തുള്ള പ്രേമസ്വരൂപിയാണ് ദൈവം എന്ന് ഭാഗവതം പറയുന്നു. ദൈവം പ്രചരിപ്പിക്കുന്ന ദിവ്യമായ പ്രേമം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ഉത്തരമായി മാറും. എവിടെ സ്നേഹമുണ്ടോ അവിടെ ശരിയെന്നും തെറ്റെന്നും ഒരു വസ്തുവില്ല. കലേർദോഷൻ ഇതേ രാജൻ, ഹേ രാജൻ, കലികാലം മുഴുവനും ദോഷം കൊണ്ടുള്ളതാ. സർവത്ര ജനങ്ങളും കലികാലത്തിൽ ദുഃഖിക്കും. ഒരു അമ്മ ഭയങ്കരമായി കുഞ്ഞിനെ സ്നേഹിക്കുമ്പോൾ ആ കുഞ്ഞ് ചെയ്യുന്ന തെറ്റുകളെയെല്ലാം അമ്മ ക്ഷമിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ദിവസം ഒരു വീട്ടിലുള്ള ഒരു മുതിർന്ന കുട്ടി അച്ഛൻ്റെയും അമ്മയോടും വഴക്കിട്ടിട്ട് വീട് വിട്ടവൻ ഇറങ്ങിപ്പോയി. അമ്മയ്ക്ക് നിരന്തരം വിഷമമായി. എൻ്റെ കുഞ്ഞ് എവിടെയായിരിക്കോ, അവൻ വല്ലതും കഴിച്ചിട്ടുണ്ടാവോ, ഉറങ്ങിയിട്ടുണ്ടാവോ, ഭക്ഷണം കിട്ടോ എന്നൊക്കെ ഈ അമ്മ മകനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ച് വിഷമിക്കുക. അമ്മ ഭക്ഷണം കഴിക്കാൻ മറന്നു, ഉറങ്ങാൻ മറന്നു, ശരീരമെല്ലാം ക്ഷീണിച്ച് വല്ലാത്ത അവസ്ഥയിലായി വൃദ്ധയായ അമ്മ. ഒരു ദിവസം ഈ അമ്മ മകനെ കണ്ടു ചന്തയിൽ വെച്ചിട്ട്. കണ്ണുകളെല്ലാം നിറഞ്ഞ് രണ്ട് കൈയും തൂക്കിക്കൊണ്ട് മോൻ്റെ അടുത്ത് മോനേ എന്ന് നിലവിളിച്ചിട്ട് ഓടിയപ്പോഴാണ് അത്രയും ജനങ്ങളുടെ മുമ്പേ വെച്ചിട്ട് ആ മകൻ അമ്മയ്ക്ക് ഒറ്റ അടി തന്നത്. ആ അമ്മയുടെ വൃദ്ധയായ സ്ത്രീയുടെ ഹൃദയം ഒരു നിമിഷം അങ്ങോട്ട് സ്തംഭിച്ചു പോയി. ഹൃദയത്തിലിരുന്ന് ചോരയാ ഒഴുകിയത്. നാട്ടുകാരെല്ലാം കൂടി അമ്മയെടുത്ത് ചോദിച്ചു, എന്താ അമ്മ സംഭവിച്ചത്? ഉടനെ കണ്ണീരും തുടച്ചുകൊണ്ട് അമ്മ പറഞ്ഞു, ഒന്നുമല്ല, എൻ്റെ മകൻ ഒന്ന് മെലിഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് പതുക്കെ ആ സ്ഥലം വിട്ട് മാറി. ഇവിടെ നമുക്ക് നന്നായിട്ടറിയാം, ഈ കഥയിലിരുന്ന് മകൻ ചെയ്തത് ഒരു വിധത്തിൽ ന്യായമല്ല, ശരിയല്ല. എന്നിരുന്നാലും അമ്മ അത് വലുതാക്കാതെ അവിടെ നിന്ന് മാറിപ്പോയി. ഇതേപോലെ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരുടെ ഹൃദയത്തിലും ദൈവം നിറയുമ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാ ശരിയും തെറ്റും നമ്മൾ മറക്കും. ശരിയും തെറ്റും നിരന്തരം നമ്മൾ മറക്കുമ്പോൾ പിന്നെ ഇവിടെ മത്സരമേ ഉണ്ടാകാറില്ല. നമ്മുടെ കുടുംബത്തിലും ചിലപ്പം ചെറിയ മത്സരമൊക്കെ ഉണ്ടാവാറുണ്ട്. ഭാര്യ ഭർത്താവിനോട് വഴക്കിടുകയും ഭർത്താവ് ഭാര്യയോട് ഇതൊക്കെ നിരന്തരം സംഭവിക്കുന്നതാണ്. പിന്നെ അങ്ങനെ ഒരു വഴക്കായി കഴിഞ്ഞാൽ പിന്നെ ഇവർ തമ്മിൽ ഒരു 2-3 ദിവസത്തേക്ക് സംഭാഷണമൊന്നും ഉണ്ടാകത്തില്ല. ഒരു അവാർഡ് സിനിമ പോലെയായിരിക്കും വീട്. ഭർത്താവ് ചോദിക്കും ഭാര്യയെടുത്ത് ദോശ, ഭാര്യ പറയും മേശപ്പുറത്ത്. ഇങ്ങനത്തെയൊക്കെ ഉള്ള ഒരു സംഭാഷണമായിരിക്കും വീട്ടിനകത്ത്. അങ്ങനെ ഒരു ഗ്രഹനാഥൻ അടുത്ത ദിവസം രാവിലെ പുലർച്ചയ്ക്ക് എണീറ്റ് ട്രെയിനും പിടിച്ച് വളരെ അകലെ പോകേണ്ട ഒരു കാര്യം. പക്ഷേ ഭാര്യയെടുത്ത് പിണങ്ങിയതുകൊണ്ട് നേരെ സംസാരിക്കാറില്ല. അപ്പോൾ അദ്ദേഹം രാത്രി കിടക്കുമ്പോൾ സംസാരിക്കാൻ മടിച്ചിട്ട് ഒരു തുണ്ട് കടലാസിൽ, ഒരു ചെറിയ കഷ്ണം കടലാസിൽ എഴുതി വെച്ചു, നാളെ രാവിലെ എനിക്ക് 6 മണിക്ക് ട്രെയിനാണ്, 5 മണിക്ക് എന്നെ ഉണർത്തി വിടണം എന്നൊരു കടലാസ് എഴുതി ഭാര്യയുടെ തലയണയുടെ മീതെ വെച്ച് കിടന്നു ഉറങ്ങി. ആശാൻ നല്ല കൂർക്കം വലിച്ചു ഉറങ്ങി. അടുത്ത ദിവസം പുലർച്ചയ്ക്ക് സമയത്തിന് എണീക്കാൻ സാധിച്ചില്ല. 8 മണിക്കാണ് എഴുന്നേറ്റത്. ചാടി എഴുന്നേറ്റപ്പോൾ ദേഷ്യം, ട്രെയിൻ നഷ്ടപ്പെട്ടു പോയി, അന്നത്തെ മുഴുവൻ ജോലിയും നഷ്ടമായി പോയി. ഭാര്യയുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. പെട്ടെന്ന് എണീറ്റ് നോക്കിയപ്പോഴാണ് അടുത്ത് ഇനിയൊരു കടലാസ് കണ്ടു. അത് എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഭാര്യ എഴുതി വച്ചിരിക്കുക, ചേട്ടാ മണി 5 എഴുന്നേക്ക് എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു മത്സരമാണ് കലികാലത്തിലുള്ള മനുഷ്യരുടെ ജീവിതം. അഹങ്കാരത്തിനെ കാരണമാക്കിക്കൊണ്ട് എല്ലാവിധത്തിലുള്ള മത്സരമാണ്. കൊച്ചു കുട്ടികൾ തൊട്ട് വൃദ്ധന്മാർ വരെ ഈ മത്സരമുണ്ട്. ഇത് കലിയുഗത്തിൽ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ കൂടിക്കൊണ്ടേയിരിക്കും. കലേർദോഷൻ ഇതേ രാജൻ, ഹേ രാജൻ, കലികാലം മുഴുവനും ദോഷം കൊണ്ടുള്ളതാ. സർവത്ര ജനങ്ങളും കലികാലത്തിൽ ദുഃഖിക്കും എന്ന് ഭാഗവതം പറഞ്ഞിട്ട് ആ ദുഃഖത്തിന് ഒരു ഉപായം,
ഒരു പ്രതിവിധി, ഒരു ഉത്തരവും ശ്രീമദ് ഭാഗവതം പറയുന്നുണ്ട്. ഭാഗവതത്തിൽ ആ ഈശ്വര പ്രേമയെക്കുറിച്ച് പറയുന്നുണ്ട്. അല്പം ധ്യാനം, അല്പം ജപം. ശ്രീമദ് ഭാഗവതത്തിലുള്ള അനേകം ശ്ലോകങ്ങളിൽ ഒരു ശ്ലോകം, ആ ഒരു ശ്ലോകത്തിൻ്റെ ഒരു ഉത്തരം നമുക്ക് ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് സന്തോഷമായി കലികാലത്തിൽ ജീവിതം കൊണ്ടു നടക്കാൻ സാധിക്കും എന്ന് ഭാഗവതം വിശദീകരിക്കുന്നുണ്ട്. ഭാഗവതാമൃതത്തിൽ അനേകം തത്വങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒരു കുടുംബ ബന്ധം എങ്ങനെ പുലർത്തണം, മാതാപിതാക്കളെ എങ്ങനെ സേവിക്കണം, ജീവിതം സന്തോഷമായി എങ്ങനെ കൊണ്ടുപോകും. അതുമാത്രമല്ല, ആധുനിക ശാസ്ത്രം വരെ ഭാഗവത ധർമ്മത്തിലിരുന്ന് പുറത്തോട്ട് പോയതാണ്. ഇത് പറയുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടെ വിശദീകരിക്കാം. എങ്ങനെ ഭാഗവതത്തിൽ ചില ചോദ്യങ്ങളുണ്ട്. സമുദ്രജലം എന്തുകൊണ്ട് ഉപ്പുരസമാണ് എന്ന് ഭാഗവതത്തിൽ ഒരു ചോദ്യമുണ്ട്. നല്ല പരിശുദ്ധമായ ജലം ഒരു ഗ്ലാസ്സിൽ വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ അതിൽ കൃമികീടങ്ങൾ വരും. പക്ഷേ ആ ശുദ്ധജലത്തിൽ അല്പം ഉപ്പിട്ട് വയ്ക്കുകയാണെങ്കിൽ എത്ര യുഗങ്ങൾ മാറിയാലും ആ വെള്ളത്തിന് കേടുവരത്തില്ല. അതുകൊണ്ടാണ് ദൈവം സമുദ്രജലം ഉപ്പുരസമാക്കിയത് എന്നൊരു മറുപടി. എല്ലാം ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന പല ശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനം നമ്മുടെ വൈദിക ശാസ്ത്രമാണ്. ഇനിയൊരു ഉദാഹരണം പറയാം. ഇന്ന് കാലത്തിൽ നമ്മൾ പാലിക്കുന്ന ഇംഗ്ലീഷ് കലണ്ടർ എല്ലാവർക്കും അറിയാം. ഈ കലണ്ടർ നോക്കിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ പഴയ പഞ്ചാംഗമെല്ലാം എവിടേക്കോ നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ഭക്തജനങ്ങളെ, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ റോമൻ രാജ്യക്കാർ പോലും അവരുടെ കലണ്ടർ നമ്മുടെ വൈദിക ധർമ്മത്തിലിരുന്ന് എടുത്തതാണ്. അതായത് അലക്സാണ്ടർ മഹാചക്രവർത്തി പോലും ഭാരതത്തിനെ ഒരു മാന്ത്രിക രാജ്യം എന്ന് മനസ്സിലാക്കി കണ്ടുപിടിക്കാൻ വന്നതാണ്. റോമൻകാർക്ക് ആദ്യം പഞ്ചാംഗമോ കലണ്ടറോ ഇല്ലായിരുന്നു. അവർ ഭാരതത്തിൽ വന്ന് കലണ്ടർ പഠിക്കാൻ ശ്രമിച്ചു. നിങ്ങൾക്കറിയാമോ, അവസാനത്തെ മാസം ഡിസംബർ എന്നാണ്. ഡിസംബർ, ഇതിൽ ദശ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ 10. മുമ്പത്തെ മാസം നവംബർ, നവ 9. അതിൻ്റെ മുമ്പത്തെ മാസം ഒക്ടോബർ, ഒക്ടോപ്പസ്, അഷ്ട 8. അതിൻ്റെ മുമ്പത്തെ മാസം സപ്ത, സെപ്റ്റംബർ, സപ്ത എന്നാൽ 7. ആദ്യം അവർ ഭാരതത്തിൽ വന്നിട്ട് 10 മാസമാണ് നിശ്ചയിച്ചത്. ആ കാലഘട്ടത്തിൽ ജൂലിയസ് സീസറായിരുന്നു അവിടുത്തെ മഹാചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു മാസം ചേർത്തു, അത് ജൂലൈ. ഉടനെ അദ്ദേഹത്തിൻ്റെ മകൻ ഓഗസ്റ്റസ് സീസർ തൻ്റെ പേരിൽ ഒരു മാസം ചേർത്തു, അത് ഓഗസ്റ്റ്. അതായത് അവരുടെ പഞ്ചാംഗം, അവരുടെ കലണ്ടർ, അവരുടെ സമയം നിശ്ചയിക്കുന്ന രീതി, സർവത്ര കാര്യങ്ങളും നമ്മുടെ ഭാരതത്തിൽ വൈദിക ഗ്രന്ഥങ്ങളിലിരുന്ന് പുറത്തു പോയതാണ്. ഈ വൈദിക ഗ്രന്ഥങ്ങളിൽ അത്രയും മഹത് ജ്ഞാനമുണ്ട്. അതിൻ്റെ സാരമായിട്ടാണ് ഭഗവത്ഗീതയും ഭാഗവതാമൃതവും ഉള്ളത്. അങ്ങനെ ശ്രീമദ് ഭാഗവതാമൃതം ശൗനക ഋഷികൾക്കും സൂത പൗരാണികനും ഇടയിലുള്ള സംവാദം. ഇത് നൈമിഷാരണ്യത്തിൽ വെച്ചാണ് തുടങ്ങുന്നത്. എന്തുകൊണ്ട് മഹർഷിമാർ നൈമിഷാരണ്യത്തിനെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ, വേദങ്ങൾ അനുസരിച്ച് പറയുന്നു, നൈമിഷാരണ്യമാണ് ഭൂഗോളത്തിൽ അച്ചുതണ്ട് പോകുന്ന സ്ഥലം എന്ന്. അതുകൊണ്ട് നൈമിഷാരണ്യത്തിൽ ഈ മൃദംഗം മുഴങ്ങിക്കഴിഞ്ഞാൽ, മൃദംഗത്തിനെ കൊട്ടിക്കഴിഞ്ഞാൽ പ്രപഞ്ചം മുഴുവനും കേൾക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടാ പുണ്യസ്ഥലമായ നൈമിഷാരണ്യത്തിനെ തിരഞ്ഞെടുക്കുന്നത്. നിമിഷം, പ്രവർത്തിക്കാത്ത ആരണ്യം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. സമയം പ്രവർത്തിക്കാത്ത സ്ഥലം എന്നാണ്. എന്ന് വെച്ചാൽ കലിപുരുഷൻ്റെ വലിയ ആധീനമില്ലാത്ത ഒരു സ്വതന്ത്രമായ സ്ഥലമാണ് നൈമിഷാരണ്യം എന്ന് പറയുന്നത്. നൈമിഷാരണ്യത്തിൽ വെച്ചാണ് സൂത പൗരാണികനും ശൗനകാദി ഋഷികൾ തമ്മിൽ ഈ സംവാദം നടക്കുന്നത്. ഇനിയൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ അത്ര വൈദിക ഗ്രന്ഥങ്ങളും ചോദ്യോത്തരങ്ങളാണ്. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ
ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിന. ചോദിച്ച് കണ്ടറിഞ്ഞ് മനസ്സിലാക്കണം. ഇതൊരു മഹജ്ഞാനമാണ് ഈ ഭാഗവതാമൃതം. ഈ ഭാഗവതാമൃതത്തിൽ പല സത്യങ്ങൾ നമുക്കിനി ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ജീവിത രീതിയെക്കുറിച്ചും സുഖകരമായി കഴിയുന്നതിനെക്കുറിച്ചും എങ്ങനെ ഒരു കുടുംബത്തിൽ സന്തോഷമായി ഓരോ ദിവസവും നമുക്ക് ചെലവാക്കാമെന്നതിനെക്കുറിച്ചും കുഞ്ഞുങ്ങളെ എങ്ങനെ ദൈവികമായ ചിന്തയിൽ ഒരു പൂർണ്ണ വ്യക്തിത്വത്തോട് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും എന്നതിനെക്കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ചർച്ച ചെയ്യാനുണ്ട്. അതുകൊണ്ട് വീണ്ടും വരുന്ന ഭാഗവതാമൃത കാര്യങ്ങൾ, ഘട്ടങ്ങൾ എല്ലാവരും ശ്രദ്ധയോട് ശ്രവിക്കുക. ഹരി ഓം തത്സത്.